ഗാസയിൽ നീണ്ട ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം എത്തിയ ചെറിയ പെരുന്നാൾ ആഘോഷത്തെ ചോരയിൽ മുക്കി ലോകത്തെ സങ്കടത്തിലാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ. പരക്കെ നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 65 പേരാണ് കൊല്ലപ്പെട്ടത്. ഖാൻ യുനീസിലും റഫയിലും കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും ഇന്നലത്തെ ആക്രമണങ്ങൾ നടന്നത്. ഈദ് ദിവസം പുലർച്ചെ തന്നെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ കുറഞ്ഞത് 20 പേരെ ഇസ്രയേൽ സൈന്യം വെടിവെച്ച് കൊന്നതായാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തെക്കൻ ഗാസ മുനമ്പിലെ ലക്ഷ്യമിട്ടിട്ടുള്ള ഇസ്രയേലി വ്യോമാക്രമണത്തെ തുടർന്ന് ഖാൻ യൂണിസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിൽ 17 പേർ കൊല്ലപ്പെട്ടിരുന്നു. പെരുന്നാളിന് പുലർച്ചെ ഗാസയിൽ ഉടനീളം ഇസ്രയേലി റോക്കറ്റുകളുടെയും പീരങ്കി ഷെല്ലുകളുടെയും സ്ഫോടനങ്ങൾ ഉണ്ടായതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റോക്കറ്റുകളുടെയും ഷെൽ വർഷങ്ങളുടെയും ഇരമ്പം കേട്ടാണ് പലസ്തീനികൾ പെരുന്നാൾ ദിനത്തിൽ ഉണർന്നത്. ഖാൻ യുനീസിന് പടിഞ്ഞാറുള്ള അൽ മവാസി പ്രദേശത്ത് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ പലസ്തീനികൾ അഭയം പ്രാപിച്ച ടെന്റുകൾക്ക് നേരെ ബോംബ് വർഷിക്കുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുറഞ്ഞത് 9 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. കൂടാരങ്ങൾക്ക് സമീപം കളിക്കുന്നതിനിടെ വെടിയേറ്റ് ഈദ് വസ്ത്രത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങൾ പലസ്തീൻ മാധ്യമങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. സെൻട്രൽ ഖാൻ യുനീസിലും കിഴക്കൻ അബാസാൻ, ബനി സുഹൈല പട്ടണങ്ങളിലും വ്യോമ പീരങ്കി ബോംബ് ആക്രമണത്തിൽ ഏതാനും പേർ കൊല്ലപ്പെട്ടു. ഖ്വാൻ യുനീസിന് തെക്കുള്ള ക്വിസാൻ റഷ്വാൻ പ്രദേശത്ത് കുടിയിറക്കപ്പെട്ടവരെ പാർപ്പിച്ച കൂടാരത്തെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. അതിൽ 4 പേർ കൊല്ലപ്പെടുകയും 10ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഗാസയിൽ നിന്ന് സൈനിസ്റ്റ് സൈന്യം തട്ടിക്കൊണ്ടുപോയ 14 പലസ്തീൻ മെഡിക്കൽ സിവിൽ ഡിഫൻസ് സംഘത്തിന്റെ മൃതദേഹം കണ്ടെത്തി. പലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റി മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരിൽ ഒരു UN ജീവനക്കാരനും ഉൾപ്പെട്ടിട്ടുണ്ട്. തെക്കൻ ഗാസയിലെ റാഫയ്ക്ക് സമീപം വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന മെഡിക്കൽ സംഘത്തെ കൂട്ടക്കൊല ചെയ്ത് ഒരാഴ്ച കഴിയും മുൻപെയാണ് വീണ്ടും പലസ്തീൻ ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെടുന്നത്. ഞായറാഴ്ച കണ്ടെടുത്ത 14 മൃതദേഹങ്ങളിൽ 8 എണ്ണം തങ്ങളുടെ ഡോക്ടർമാരുടേതാണെന്ന് PRCS അറിയിച്ചിട്ടുണ്ട്. 5 എണ്ണം കാണാതായ സിവിൽ ഡിഫൻസ് ജീവനക്കാരുടേതും മറ്റൊരാൾ UN ജീവനക്കാരൻ്റെതുമാണെന്നാണ് PRCS വാർത്താക്കുറിപ്പിൽ പറയുന്നത്. തട്ടിക്കൊണ്ടുപോയവരിൽ അഹമ്മദ് നസറ എന്ന മെഡിക്കൽ സംഘത്തിലെ അംഗത്തെയും ഇനിയും കണ്ടെത്താനായിട്ടില്ല. സഹപ്രവർത്തകരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ ദിവസങ്ങൾ എടുത്തുവെന്നും തങ്ങളുടെ ജീവനക്കാർക്ക് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ അവർക്ക് നേരെ വെടിയേറ്റുമെന്നാണ് PRCS അറിയിച്ചിട്ടുള്ളത്. കൊല്ലപ്പെട്ട PRCS ജീവനക്കാർ മുസ്തഫ ഖഫച്ച, എക്സൈഡിൻ ഷാത്ത്, സാലിം മോ അമ്മർ, റിഫാത്ത് റദ്വാൻ, മുഹമ്മദ് ബെ ഹൗൾ, അഷ്റഫ് അബു ലബത്ത്, മുഹമ്മദ് അൽ ഹില, റായിദ് അൽ ഷെരീഫ് എന്നിവരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അൻവർ അബ്ദുൾ ഹമീദ് അൽ അത്തർ, സുഹൈർ അബ്ദുൾ ഹമീദ് അൽ ഫറ, സമീർ യഹിയ അൽ ബഹാബസ്, ഇബ്രാഹിം നബീൻ അൽ മഖാരി, ഹൗദ് ഇബ്രാഹിം അൽ ജമാൽ, യൂസഫ് റാസിം ഖലീഫ എന്നിവരാണ് കൊല്ലപ്പെട്ട സിവിൽ ഡിഫൻസ് അംഗങ്ങൾ.